വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സ്ഥാനാർത്ഥികൾ ഇന്നും ഈ സജീവമായി ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഒരു മാസത്തിലധികം നീണ്ട വലിയ കോലാഹലങ്ങൾ, പല ചർച്ചകളൊക്കെ ആയിരുന്നു. ഇതിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഒരു ആശ്വാസമാണ്. എന്താ തോന്നുന്നത്? ഇല്ല, ആശ്വാസം എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചൊന്നും അങ്ങനെയല്ല തോന്നുന്നത്. പകരം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ അതിതീവ്രമായിട്ട് നമ്മൾ 5 ആഴ്ചക്കാലം നയിച്ചതാണ്. അതിനുശേഷം നേരിട്ട് പ്രചരണത്തിന്റെ രീതികളിലല്ലാതെ തന്നെ ജനങ്ങളുമായി സംവദിക്കുന്ന 1-2 ദിവസങ്ങളാണ് ഇടയിൽ റിസൾട്ടിന് മുന്നേ കിട്ടുന്നത്. വേറെ തന്നെ രാവിലെ ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയി 2 സ്ഥലങ്ങളിൽ പോകേണ്ട ഒരു ആശുപത്രി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ വന്നത്. ആളുകളെ ഇന്നും നമ്മൾ നേരിടുകയാണ്, അഭിമുഖീകരിക്കുകയാണ്, സംസാരിക്കുകയാണ്. രാഷ്ട്രീയ വിശകലനങ്ങൾ, കണക്കുകൾ എന്താണെന്ന് വിലയിരുത്തുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇന്നും നാളെയൊക്കെ മുന്നോട്ട് പോവുക. ഇപ്പോൾ തുടക്കം മുതൽ തന്നെ വലിയ ആത്മവിശ്വാസം, വിജയപ്രതീക്ഷയൊക്കെ പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് ഒരു 25,000 വോട്ടാണ്, 35,000 വോട്ടാണ് ലഭിച്ചത്. ഇത്തവണ 25%. അപ്പോൾ ഇത്തവണ അത് 70,000 ആകും എന്നാണ് പറഞ്ഞത്. അത് ഇരട്ടി വോട്ട് വരണോ? എങ്ങനെയാണ് ഇരട്ടി വോട്ടിലേക്ക് കണക്ക് പറഞ്ഞത്? 1,50,000 വോട്ടുകൾ പോൾ ചെയ്യുമ്പോൾ എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോ 85 വയസ്സിന് മുകളിലുള്ളവരുടെയും അതുപോലെ തന്നെ മറ്റ് സർവീസ് വോട്ടുകളെല്ലാം കൂടി ചേർന്നാൽ 1,42,000 മുകളിൽ വോട്ടുണ്ടാകും. 1,43,000 വരെ അത് പോകാം. 7,000 വോട്ട് ഞാൻ പറഞ്ഞതിൽ നിന്ന് കുറവാണ് മിനിമം. അപ്പോൾ അതിന്റെ ഒരു കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് 70,000 ഒരു റിയലിസ്റ്റിക് ടാർഗറ്റ് ആകണമെന്ന് ഇല്ല. അപ്പോഴും 60,000 മുകളിൽ വോട്ട് കിട്ടുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇന്നലത്തെ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. 60,000 ആണെങ്കിലും ഇത്രയധികം വോട്ട് എങ്ങനെ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? 5 ആഴ്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു സാഹചര്യം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പരിമിതികൾ കാണും. UDFന്റെയും BJPയുടെയും ഒക്കെ വോട്ടുകൾ വളരെ കൃത്യമായിട്ട് LDFന് പോൾ ചെയ്ത ഇലക്ഷനാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാമ്പുകളിലുള്ള നിരാശയെ മറികടക്കാൻ, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ നടക്കണമെങ്കിൽ അവിടെ തോൽവിയാണ് വേണ്ടത് എന്ന് നിർബന്ധമുള്ള ആളുകൾ ഉണ്ടാകാം. അവരുടെ വോട്ടുകൾ അത് വളരെ കുറവാകാം എന്നുള്ളതും കൂടി നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. എങ്കിൽ പോലും നിഷ്പക്ഷമായിട്ടുള്ള നിസ്സംഗതയോടുകൂടി വീട്ടിലിരുന്നിരുന്ന പലരും കഴിഞ്ഞ 2 പാർലമെന്റിലും 2 നിയമസഭയിലും ബൂത്തിലെ പോളിംഗ് ഏജന്റിന് ടിക്ക് ചെയ്യാൻ അവസരം കിട്ടാതെ പോയ പല പേരുകളും ഇത്തവണ ടിക്ഡ് കോളത്തിലാണുള്ളത്. എന്ന് വെച്ചാൽ അവരാദ്യമായി വോട്ട് ചെയ്യാൻ വന്നു, വീട്ടിലുണ്ടായിട്ടും വോട്ട് ചെയ്യാതിരിക്കുക, സ്വന്തം കാര്യങ്ങളിൽ എന്തെങ്കിലും തിരക്കുകൾ ഉള്ളതുകൊണ്ട് വോട്ടിംഗ് രണ്ടാമതായി മാത്രം മാറ്റിവെക്കുക എന്നുള്ള ശീലത്തെ നഗര വോട്ടർമാർ മറികടന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക കാരണത്തിനാണെന്ന് അനുമാനിക്കേണ്ടതാണ്. ഒപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കണ്ണാടിയും മാത്തൂരും, ഈ 2 സ്ഥലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. മറ്റു 2 കൂട്ടർക്കും വോട്ട് ചെയ്യാൻ അവിടെ ആള് വന്നിട്ടേ ഇല്ല ഇത്തവണ. ഈ ശ്രീധരൻ വന്ന സമയത്ത് ഉണ്ടായ വലിയ തരത്തിലുള്ള BJPയുടെ കോലാഹലം ഇത്തവണ മാത്തൂരോ കണ്ണാടിയിലോ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ BJPക്ക് ഗണ്യമായ വോട്ടുകൾ കുറയും, ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ നിലനിൽക്കുകയും അതിനേക്കാൾ കൂടുകയും ചെയ്യും. കോൺഗ്രസ് വോട്ടുകൾ എവിടേക്ക് പോയി എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അപ്രത്യക്ഷമാവും. കണ്ണാടിയിലെയും മാത്തൂരിലെയും കോൺഗ്രസ് വോട്ടുകൾ അപ്രത്യക്ഷമാവുമെന്നാണ് ഞാൻ ഈ പറയുന്നത്. പിരായിരിയിലാണെങ്കിൽ UDF വോട്ടുകളാണ്, അവിടെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അവിടെയും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം സംഭവിക്കും. വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല, പലതും ചെയ്ത വോട്ടുകൾ തന്നെ നമുക്ക് അനുകൂലമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. ഒരാളെ തെരഞ്ഞ് ഒരാളിലേക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ജനങ്ങൾ വോട്ടെടുപ്പിന് വന്നത്. അത് 1,42,000 മുകളിൽ ആളുകൾ അങ്ങനെ വോട്ട് ചെയ്തതിൽ 60,000-നും 62,000-നും ഇടയ്ക്ക് മനുഷ്യരുടെ വോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവസാനവട്ട കണക്കുകളും വിലയിരുത്തലുകളും നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ BJP നേതാക്കൾ, BJPയുടെ സ്ഥാനാർത്ഥിയൊക്കെ പറയുന്നത് 2ാം സ്ഥാനത്തേക്ക് LDF വരും, 1ാം സ്ഥാനത്ത് സ്വാഭാവികമായിട്ട് അവരെ പറയുന്നു, 3ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പിന്തള്ളപ്പെടും എന്നുള്ളതാണ്. നിങ്ങളുടെ കണക്കൂട്ടൽ കോൺഗ്രസിന്റെ സ്ഥാനം എവിടെയാണ്? അത് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതല്ലേ, കോൺഗ്രസിൽ ഈ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് എല്ലാതരം ചർച്ചകൾക്കും വഴിവെക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇത് എന്നുള്ളത്. അവിടെ ഒരുപാട് ശുദ്ധീകരണ പ്രവർത്തനം നടത്താനുണ്ടെന്നും ആ ശുദ്ധീകലശം 23 റിസൾട്ട് സംഭവിക്കുമ്പോൾ കോൺഗ്രസ് അനിവാര്യമായ ആ ചർച്ചകളിലേക്ക് കടക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ബഹുദൂരം പിന്നിലാകും കോൺഗ്രസ്. ബഹുദൂരം പിന്നിലാകാൻ വേണ്ടി മാത്രം മത്സരിച്ചവരാണ് അവർ. സ്ഥാനാർത്ഥിത്വം ആർക്കു വേണ്ടി എന്നറിയാതെ, സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകരാരെന്നറിയാതെ കോലാഹലങ്ങൾ ഉണ്ടാക്കി പണത്തിന്റെ ഒഴുക്കുകൊണ്ട് മാത്രം കുറെ പ്രചരണ കോലാഹലങ്ങൾ. അതിൽ ഏറ്റവും രസകരമായ കാര്യം, പ്രേക്ഷകരുടെ അറിവിലേക്കും കൂടിയായിട്ട്, ജില്ല വിട്ട് വന്നവരൊക്കെ ഈ പരസ്യപ്രചരണം അവസാനിക്കുമ്പോൾ ജില്ല വിട്ട് പോകണമെന്നുള്ളതാണ്. ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാരാണ് കൊഴിഞ്ഞു പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രചരണത്തിന് വന്നവർ മുഴുവൻ അന്യദേശക്കാരായിരുന്നു. അവരില്ലാതെ
ബൂത്തിലിരിക്കാൻ ആളില്ലാത്തൊരവസ്ഥയും ബൂത്തിലിരിക്കുന്നവർക്ക് ഈ വർക്കൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ സാഹചര്യമില്ലാത്ത അവസ്ഥയുമൊക്കെയാണ് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം നമ്മൾ കണ്ടത്. ഔട്ട് ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത UDF, ഉള്ള ആളുകൾക്ക് തന്നെ അവനവന്റെ വോട്ടുകൾ വിളിച്ചു വരുത്താനുള്ള സാഹചര്യം, പണമുണ്ട്, വണ്ടിയുണ്ട്, പക്ഷെ ആളുകളെ കോർഡിനേറ്റ് ചെയ്യാൻ ആൾബലം വേണ്ടേ? ആൾബലമില്ലാത്ത സംഘടനയാണ് കോൺഗ്രസ് എന്നും അടിത്തറയില്ലാത്ത, വോട്ടർമാരുടെ അടിത്തറയില്ലാത്ത കക്ഷിയാണ് കോൺഗ്രസ് എന്നുള്ളതും മുന്നണിയാണ് UDF എന്നുള്ളതും 23-ാം തീയതി ഈ സമയമാകുമ്പോഴേക്കും തെളിയും. ഇപ്പൊ ഈ പലവിധ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ സരിൻ പാർട്ടി മാറി വന്നത് മുതൽ അവസാനം സന്ദീപ് വാര്യരുടെ കാര്യം വരെ, അത് കഴിഞ്ഞ് ഈ പത്രപരസ്യം ഉൾപ്പെടെ. ഈ സന്ദീപ് വാര്യരുടെ കാര്യത്തിലൊന്നും ആദ്യം, അതായത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊന്നും പറഞ്ഞിരുന്നില്ല. അത് പറയാതിരിക്കാനുള്ള കാരണം നിങ്ങളും അതേപോലെ പാർട്ടി മാറിയത് കൊണ്ടാണോ? വളരെ നല്ല ചോദ്യം. ഞാൻ അങ്ങനെയല്ലല്ലോ പാർട്ടി മാറിയത്. ഞാൻ ഒരേ സമയം 2 പാർട്ടിയിൽ നിന്നിട്ടുമില്ലല്ലോ. ഒരേ സമയം RSSും കോൺഗ്രസും ആവാനുള്ള ആനുകൂല്യം കോൺഗ്രസ് നൽകുന്നുണ്ട്. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞിരുന്നത്. ആ ആനുകൂല്യത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെടുകയാണ് എന്ന്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരെ 5-6 ദിവസങ്ങൾക്ക് മുന്നേ കൊണ്ടു നടന്ന പാർട്ടിയും സന്ദീപ് വാര്യരെ 5-6 ദിവസമായി കൊണ്ടു നടക്കുന്ന പാർട്ടിയും, ഈ ഒരു വ്യത്യാസം ഈ 2 പാർട്ടികൾ തമ്മിലുള്ളൂ എന്ന് പാലക്കാട്ടത്തെ വോട്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, സന്ദീപ് വാര്യർ കൂറുമാറിയതും ഞാൻ നയം വ്യക്തമാക്കിയതും രണ്ടും രണ്ടാണ്. സന്ദീപ് വാര്യർക്ക് ഉണ്ടായ സ്ഥലകാല വിഭ്രമം എത്രയും പെട്ടെന്ന് അവസാനിക്കും. കോൺഗ്രസ് എന്തോ മഹാസാധനമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ധാരണ. കോൺഗ്രസിനൊരു ടൂൾ വേണമായിരുന്നു എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യാൻ, ഹിന്ദു വോട്ടുകളിലേക്ക് കടന്നു കയറാനെന്നൊക്കെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചാണക്യൻ വിചാരിച്ചത്. പറവൂരിൽ RSSന്റെ വോട്ടുകൾ അദ്ദേഹം അങ്ങനെയായിരിക്കാം വാങ്ങിയിട്ടുണ്ടാവുക. കാരണം അദ്ദേഹം ഗോൾവാൾക്കർ ചിത്രത്തിന് മുന്നിൽ ദീപാരാധന നടത്തുകയോ ഒക്കെ ചെയ്തായിരിക്കാം RSSന്റെ വോട്ടുകൾ അദ്ദേഹം അവിടെ വാങ്ങുന്നത്. അതേ ഫോർമുല ഇവിടെ സന്ദീപ് വാര്യരെ മുൻനിർത്തി ചെയ്താൽ വോട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ആരാണെന്ന് ഞാൻ വിചാരിച്ചത് മുൻ MLAക്ക് അല്പമെങ്കിലും സാമാന്യ ബുദ്ധിയുണ്ടെന്നാണ്. ഒരുപക്ഷെ തോൽവിയുടെ ആശങ്കയിൽ അദ്ദേഹം ആ ബുദ്ധി പണയം വെച്ചിട്ടുണ്ടാകാം. എന്തായാലും ഇന്നലെ അദ്ദേഹം ഒരു കാറിൽ അഭിമുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇങ്ങോട്ട് കൈ കാണിച്ചു. മുൻ MLA അവിടുന്ന് ഇങ്ങോട്ട് കൈ കാണിച്ചു. അത് വളരെ പോസിറ്റീവായ മാറ്റമാണ്. ഇനിയും കൈ കാണിക്കേണ്ടി വരും എന്നുള്ളതിന്റെ സൂചനയിൽ ഞാൻ വളരെ വളരെ പ്രസന്നവതനായിട്ട് തന്നെ, ഞാൻ ആദ്യം കൈ ഇങ്ങനെ കാണിക്കാൻ ഇങ്ങനെ പൊക്കുമ്പോഴേക്കും ദൂരെ നിന്ന് തന്നെ അത് ഇങ്ങനെ പൊക്കുക. ഇനിയിപ്പോ അതൊരു പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ ആയിരിക്കാം. അപ്പോ ഇനി നേരിട്ട് തന്നെ കൈ കൊടുക്കൽ ഉടൻ ഉണ്ടാവുന്നു പ്രതീക്ഷിക്കും. പിന്നെ ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ ആദ്യം പോകുന്ന 2-3 സ്ഥലങ്ങളുണ്ട്. അതൊന്ന് പാലക്കാടത്തെ മുൻ MLAയുടെ ഓഫീസായിരിക്കും. കാരണം പാലക്കാടത്തെ മുൻ MLAയിൽ നിന്നാണല്ലോ ഈ പുതിയ ആളാകാൻ നിയോഗിക്കപ്പെട്ടാൽ, വീണ്ടും പറയുന്നു നിയോഗിക്കപ്പെട്ടാൽ അത് ഏറ്റുവാങ്ങേണ്ടത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിലും ഒക്കെ മിനിറ്റ്സ് ബുക്ക് കൈമാറാന്ന് പറഞ്ഞൊരു കലാപരിപാടിയുണ്ട്. തരാൻ മിനിറ്റ്സ് ബുക്ക് ഒന്നും ഇല്ല അവിടെ. കാരണം മിനിറ്റ് ചെയ്യാൻ മാത്രം ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ആശീർവാദങ്ങൾ സ്വീകരിക്കാൻ ഞാനൊരു എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പാലക്കാടിന്റെ MLAയുടെ ഓഫീസിൽ ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ പോകും. DCC ഓഫീസിൽ ഞാൻ പോകും. ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും. UDFന്റേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് പൊളിച്ച് കളയാനാണ് സാധ്യത. ഇന്നും നാളെയായിട്ട് കൃത്യമായ വിലയിരുത്തൽ വരുമ്പോൾ ആ ഓഫീസ്, ആ ബോർഡ് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ UDFന്റെ ഓഫീസിലേക്കും ഞാൻ പോകും. ഇത് 4 ഞാൻ ചെയ്യും. MP യുടെ ഓഫീസിലേക്ക് ഞാനും MP യുടെ രാഷ്ട്രീയവും തമ്മിൽ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരോടാണല്ലോ ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്, ഞാൻ നന്ദി പറയേണ്ടത്. അപ്പൊ നന്ദി പറയേണ്ടവരടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നന്ദി പറയാൻ തിരുവനന്തപുരത്തേക്ക് കൂടി പോകണം. ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു. റിസൾട്ട് അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പൗരൻ എന്നുള്ള രീതിയിൽ ഏതൊരാൾക്കും കയറി ചെല്ലാവുന്ന ഓഫീസാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ കണ്ടോൺമെന്റ് ഓഫീസ്. എനിക്ക് ഒരു 10 മിനിറ്റ് അപ്പോയിന്റ്മെന്റ് വേണം പ്രതിപക്ഷ നേതാവായി തുടരുകയാണെങ്കിൽ 24-ാം തീയതി. പിന്നെ അഥവാ പരാജയപ്പെട്ടാൽ ഇഷാഫിനെ കാണോ? പിന്നെന്താ? അങ്ങനെയാണെങ്കിലും എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം? എനിക്ക് അങ്ങനത്തെ ഒരു സങ്കോചങ്ങളും ഇല്ല. പരാജയപ്പെട്ടാലും ബഹുമാനപ്പെട്ട മുൻ MLAയും കാണും, തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ MLAയും കാണും. അങ്ങനെയല്ലേ പാലക്കാട് നിലയുറപ്പിക്കേണ്ടത്. പാലക്കാട് നിലയുറപ്പിച്ച് ഇവിടെ തന്നെ ഉണ്ടാവും. എന്തായാലും സരിൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ സരിന്റെ ആത്മവിശ്വാസം ഈ കൃത്യമായി ഈ കണക്കുകൾ വെച്ചിട്ടുള്ളതാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇസ്മൽ, മീഡിയ 1, പാലക്കാട്.